ആവേശത്തിന്റെ റൈറ്റർ, മഞ്ഞുമലിന്റെ ഡയറക്ടർ. എക്സ്പെക്ടേഷൻസ് ഭയങ്കരമായിരിക്കും. പ്രതീക്ഷയുടെ അമിതഭാരം ഇറക്കി വെച്ചാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. ജിത്തുവിൻ്റെ രണ്ടു കഥയുണ്ട്, ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊക്കെ കേട്ടു. അപ്പം സംസാരിച്ചു നോക്കാം. അപ്പം ഞാൻ നേരെ ഞാൻ തിരിച്ച് കൊച്ചിയിലെത്തിയപ്പോൾ ജിത്തുവിനെ കണ്ടു. ജിത്തു കഥ പറഞ്ഞു. വ്യത്യാസം എനിക്ക് കെവിനായിട്ട് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈ കെവിനോട് ഇങ്ങനത്തെ ഒരു കഥ ഞാൻ ഇന്നലെ കേട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ഓക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് പെട്ടെന്ന് ബാലൻ ഉണ്ടായത്. അല്ലെങ്കിൽ ഒരു 3 ദിവസം കൊണ്ട് മൗണ്ടായ പടമാണ്. ടൊവിനോ ടോർച്ച് വെട്ടത്തിൽ ജസ്റ്റ് ഒന്ന് കാണുന്നേ ഉള്ളൂ. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ക്യാമിയാണോ? അല്ല, ആ ടോർച്ച് വെട്ടത്തിൽ കണ്ടില്ല, അത്രയൊക്കെ ഉള്ളൂ. ടോർച്ച് അടിച്ച ലാൽ ജൂനിയറിന്റെ രസമുള്ള ലുക്കും രസമുള്ള വേഷമാണ്. ആദ്യം മഞ്ഞുമേലെ കൊണ്ട് ഞാൻ അഭിനയിപ്പിച്ചപ്പോൾ കൊള്ളാലോ പരിപാടി. ഞാൻ ഭയങ്കര പ്രസൻസ് ഉള്ള സാധനം. അപ്പോഴേ ഞാൻ ബുക്ക് ചെയ്താ ഫസ്റ്റ് പോലീസ് വേഷം എനിക്കറിയാം. കാരണം എനിക്കറിയാം ഒരിക്കൽ പോലീസ് വേഷം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് റിപ്പീറ്റ് വരും. കാരണം അത് നല്ലൊരു ഭയങ്കര ഫിസിക്കും ഭയങ്കര പ്രസൻസ് ഉള്ള ഒരാളാണ്. ബാലനിലെ സൂഷൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഭയങ്കര മാജിക്. കാരണം ഇറ്റ്സ് ഇമോഷണൽ ഫിലിം. ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് ഫിലിം ദാൻ മഞ്ഞുമൽ. ഇത് കുറച്ചും കൂടെ അമ്മ മകൻ പേഴ്സണൽ, കുറച്ചും കൂടെ ടഫ് ഓഫ് ഫിലിമാണ് ടു മേക്ക്. കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇമോഷൻസ് വേണം തോന്നുന്നു. അപ്പം അത് ആംപ്ലിഫൈ ചെയ്യാൻ എല്ലാം സൂഷൻ മ്യൂസിക്കിലാണ് അതിന്റെ ഒരു ഇമോഷണൽ കോറ് കിടക്കുന്നത്. ക്യാൻസൽ പോയതുകൊണ്ട് ഫെസ്റ്റിവൽ പടാന്ന് പറയോ? അല്ല, അങ്ങനെ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നത്. ഇപ്പൊ ട്രെയിലർ കണ്ടല്ലോ. അവാർഡ് പടം, കൊമേഴ്ഷ്യൽ പടം, അങ്ങനെ ഒരു ക്ലിയർ ലൈൻ നമ്മൾ ഇങ്ങനെ പണ്ടേ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ. എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി പറഞ്ഞ അവാർഡ് പടമല്ല. 10 സ്റ്റേറ്റ് അവാർഡ്സ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുമ്പോഴുള്ള ഫീൽ എന്താ? വളരെ നല്ല ഫീലായിരുന്നു. ഐ ഡോണ്ട് നോ, നമുക്കത് ഐ നോ ഇറ്റ് ഈസ് ലൈക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം. കാരണം ഇത് എപ്പോഴും സംഭവിക്കാന്നില്ല. എന്തായാലും ആർട്ട് ഡയറക്ഷൻ, സൗണ്ട്, സിനിമാറ്റോഗ്രഫി, അതിലൊക്കെ എന്തായാലും അവാർഡ്സ് ഉറപ്പായിരുന്നു. കാരണം അത് അത്രയും നല്ലതായിരുന്നു. കാരണം അതിലേക്കൊന്നും ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല. Star Jam presented by Kalyan Jewellers. Kalyan Jewellers Anokhi Uncut Collections. Anokhi Collections pastel stone jewelry series will go well with designer work. Sure item, നിങ്ങളാകും പാർട്ടിയിലെ സ്റ്റാർ. മലയാള സിനിമയുടെ സീൻ മാറ്റിയ ഡയറക്ടറാണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്നത് ചിദംബരം. വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു. കല്യാൺ ജുവലേഴ്സ് പ്രസൻസ് സ്റ്റാർ ജാമാണ്. ബാലൻ എങ്ങനെയൊക്കെയാണ് സീൻ മാറ്റം പോണ്? ആരും സീൻ മാറ്റമൊന്നും അറിയില്ല. നല്ല സീനായ മതിയായിരുന്നു. പ്രതീക്ഷയിലാണ്. ചിദംബരത്തിന്റെ ആസ് എ ഡയറക്ടർ ബാലൻ സീൻ മാറ്റിയിട്ടുണ്ടോ? തീർച്ചയായും. ഞാൻ ലൈക്ക് ജസ്റ്റ് 2 ഫിലിംസ് ഓൾഡ് എന്ന് എനിക്ക് പറയാം. എൻ്റെ 3rd ഫിലിമാണ്. സോ ആസ് എ ഡയറക്ടർ ഐ ഹാവ് ഫൗണ്ട് ന്യൂ വേസ് ടു, പുതിയ വഴികൾ, രീതികൾ എനിക്ക് കണ്ടെത്തി ഒരു ഇമോഷൻ കൺവേ ചെയ്യാനും. പിന്നെ പഠനം തന്നെയാണല്ലോ ഓരോ സിനിമയും. അപ്പോൾ എൻ്റെ 3ാമത്തെ കോഴ്സ് കഴിഞ്ഞു എന്ന് പറയാം. ഒരു ക്യൂട്ട് പടാണെന്നാണ് എല്ലാവരും ആദ്യം വിചാരിച്ച പേര് കേട്ടപ്പോൾ ബാലൻ. മലയാളത്തിന്റെ ആദ്യത്തെ സൗണ്ട് സിനിമ ബാലനാണെങ്കിൽ ഈ ബാലൻ ദ ബോയ് ചിദംബരത്തിന്റെ ബാലൻ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു പേര് എടുത്ത ആ പേരിനൊരു ഭാരമുള്ള പേരും കൂടെയാണ്. കാരണം അതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ് മലയാള സിനിമയുടെ. അപ്പം ഫസ്റ്റ് ഒരു കടമ്പ എന്നുള്ളത് ആ പേരിനോട് നമ്മൾ ലിവപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ആ പേരിന് നമ്മൾ നീതി പുലർത്തണം. ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം. പിന്നെ ആദ്യം ഫസ്റ്റ് പൂക്കളുള്ള പോസ്റ്ററൊക്കെ വന്ന് അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതന്നെ പറയാം. ലൈക്ക് അത് ആദ്യമേ ജോണർ, കാരണം എല്ലാത്തിനും ഒരു റെവലേഷൻ, ഒരു ബ്യൂട്ടി ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഞെട്ടിക്കല നമുക്ക് ഒരു സംഭവം ഇങ്ങനെ ഓരോ എക്സ്പ്ലോറേഷൻ, ഓരോന്നായിട്ട് ഓരോ എന്താ പറയുക, ഒരു ഉള്ളിയുടെ തോലിങ്ങനെ എങ്ങനെ ഇടയ്ക്ക് പോകുന്നത്. സിനിമയിലും അങ്ങനെയാണ്, സ്ക്രീൻ പ്ലേയിലും അങ്ങനെയാണ്, സിനിമയുടെ സ്വഭാവം അങ്ങനെയാണ്. അപ്പം അതേപോലെ അതിൻ്റെ ഓരോ ഇൻഫർമേഷനും അതിങ്ങനെ പതുക്കെ ഘട്ടങ്ങളായിട്ട് എല്ലാം കൂടെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അങ്ങനെ ഒരു രസം ഉണ്ടല്ലോ തോന്നും. കാരണം പിന്നെ പടത്തിൻ്റെ മാർക്കറ്റിങ്ങിനും റിസോഴ്സുകൾ കുറവാണ്. കാരണം എല്ലാം പുതിയ ഫേസുകളാണ്. അങ്ങനെ ഭയങ്കര അടിച്ചുപൊളി പാട്ടുകളും അങ്ങനത്തെ അല്ല. അപ്പം ഇതെല്ലാം ഓരോന്നായിട്ട് നമ്മൾ കൃത്യമായി അങ്ങനെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച് തന്നെയാണ് ഇതിൻ്റെ ജോണർ ഷിഫ്റ്റും എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തു. ഇപ്പൊ ജോണർ ഏതാണ്? പടം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ത്രില്ലറാണ്. ട്രെയിലർ കണ്ടിട്ടുണ്ടാവല്ലോ. അതൊരു ത്രില്ലറാണ്. അമ്മയുടെയും മകൻ്റെ യാത്രയാണ്. അവർ കാണുന്ന ആൾക്കാരും അവർ കടന്നു പോകുന്ന സൊസൈറ്റിയും അതൊക്കെയാണ് സിനിമ. അതാണ് ട്രെയിലറിൽ. ഈ സിനിമ ട്രെയിലർ അടുത്ത റിവീലേഷൻ നടന്നാൽ കൊള്ളാം. അപ്പൊ അതാണ് തീർച്ചയായും. സിനിമ എന്ന് വെച്ചാൽ നമ്മൾ ട്രെയിലർ അല്ലല്ലോ. കാരണം ട്രെയിലർ ഈസ് ആക്ച്വലി ഒരു മാർക്കറ്റിംഗ് ടൂൾ തന്നെയാണ്. ഇപ്പൊ പടത്തിന്റെ സ്വഭാവം എന്താണ്, പിന്നെ ആൾക്കാരെ തിയേറ്ററിലേക്ക് എത്തിക്കുക, അത് തന്നെയാണ് ട്രെയിലറിന്റെ ഒരു എന്താ പറയാ മിഷൻ. അത് ട്രെയിലർ സക്സീഡ് എന്ന് വിചാരിക്കുന്നു. ഇനി തിയേറ്ററിലെത്തിയിട്ട് മറ്റൊരു സിനിമ ആയിരിക്കും. അങ്ങനെ തന്നെയാണല്ലേ? കാരണം ട്രെയിലർ ഈസ് ഓൾവേസ് ഒരു ഫാസ്റ്റ് കട്ട് ആയിരിക്കും. ട്രെയിലർ സിനിമ കുറച്ചും കൂടെ ഒബ്സർവ് ചെയ്ത് അങ്ങനെ ഇവരുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു പടമാണ്. സജിൻ ഗോപാണ് ഇങ്ങനെ ഒരു കഥ ജിത്തു മാധവന്റെ അടുത്ത് ഉണ്ട് എന്ന് പറയുന്നത്. അതെ. അപ്പോ ആ സമയത്ത് ചിദംബരം ഇങ്ങനെ ഏത് പ്രൊജക്ട് ചെയ്യും എന്നൊക്കെ ആലോചിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഒരുപാട് പ്രൊജക്ട് പ്ലാനിങ്ങിന്റെ ഇടയിലും
ഇങ്ങനെ നിൽക്കുകയായിരുന്നു? അല്ല, ഒരുപാട് പ്രൊജക്റ്റുകൾ പ്ലാനിങ്ങിലുണ്ട്. ലൈക്ക് അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ചിലതിൻ്റെ റൈറ്റിംഗ്, റിസർച്ച് അങ്ങനെ നടക്കേണ്ട എല്ലാം കുറച്ച് സ്കെയിൽ കൂടിയതും നല്ലോണം റിസർച്ച് വേണ്ടതും, പിന്നെ അതിങ്ങനെ അത് സ്റ്റാർസിൻ്റെ ഡേറ്റ് അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റിൽ എനിക്ക് മനസ്സിലായി അടുത്ത 2 കൊല്ലത്തേക്ക് എൻ്റെ ഒരു പടമൊന്നും വരാൻ പോകില്ല എന്നുള്ള ഞാൻ സ്വയം തീരുമാനിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സജിൻ ഗോപുട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ വയനാട് ഷൂട്ടിലായിരുന്നു. അപ്പം സമയത്താണ് പറഞ്ഞത് ജിത്തുവിൻ്റെ ഉണ്ടാവും അവിടെ എന്തെങ്കിലും കഥ ഉണ്ടാവും. അങ്ങനത്തെ ഒരു കൃത്യമായിട്ട് ബാലൻ എന്ന് പറഞ്ഞില്ല, ഒരു കഥ ഉണ്ടാവും, ജിത്തുവിൻ്റെ 2-3 കഥയുണ്ട്, ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊക്കെ കേട്ടു. അപ്പം സംസാരിച്ചു നോക്കാം. അപ്പം ഞാൻ നേരെ ഞാൻ തിരിച്ച് കൊച്ചിയിലെത്തിയപ്പോൾ ജിത്തുവിനെ കണ്ടു. ജിത്തു കഥ പറഞ്ഞു. പിറ്റേ ദിവസം എനിക്ക് KVN-ആയിട്ട് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈ KVN-നോട് ഇങ്ങനത്തെ ഒരു കഥ ഞാൻ ഇന്നലെ കേട്ടു എന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ അവർ ഓക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് പെട്ടെന്ന് ബാലൻ ഉണ്ടായത്. അല്ലെങ്കിൽ ഒരു 3 ദിവസം കൊണ്ട് മൗണ്ടായ പടമാണ്. അപ്പോൾ ബാക്കി എല്ലാത്തിലും നമ്മളിങ്ങനെ കുറേ വർഷം എടുക്കും പടങ്ങളാണ്. ഇത് ഒരിക്കലും പ്ലാൻ ചെയ്യാതെ ഇങ്ങനെ സൈഡിൽ കൂടെ വന്നാൽ അങ്ങനത്തെ ഒരു പടമുണ്ടല്ലോ, അങ്ങനത്തെ ഒരു പടമാണ്. അപ്പൊ ഈ വലിയ പടങ്ങൾക്ക് 2 വർഷം ഗ്യാപ്പ് എടുക്കുമെന്ന് മനസ്സിലായി. അപ്പൊ അതിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെയാണ്, ആരൊക്കെയാണെന്ന് പറയാനായോ? ഇല്ല, ഒന്നും പറയാനായിട്ടില്ല. കാരണം അത് എന്താ പറയാ, സിനിമ അങ്ങനെയാണ്, അതെല്ലാം ഫൈനലായിട്ട് ഞാനതൊന്നും എൻ്റെ അനൗൺസ്മെൻ്റ് ആയാലും ഞാനെല്ലാം ഇങ്ങനെ ഫസ്റ്റ് ഡേ പടമൊക്കെ ഷൂട്ട് തുടങ്ങിയല്ല എനിക്കൊരു ഞാൻ തന്നെ വിശ്വസിക്കുമോ ഇത് നടന്നു എന്നുള്ളത്. അപ്പം സോ ദാറ്റ് ഈസ് എല്ലാം എനിത്തിങ് ക്യാൻ ചേഞ്ച്. സോ എനിക്ക് ഈ നേരത്തെയുള്ള അനൗൺസ്മെന്റുകളിലും അതിലൊന്നും ഇല്ല. നമ്മൾ ഇതിനു മുമ്പ് കണ്ടപ്പോൾ റൗണ്ട് ടേബിളിൽ ബോളിവുഡ് പറ്റിയൊരു അതെന്തായി അതുകൊണ്ട് അത് നടക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റാർസിനാണ് ബോളിവുഡിലൊക്കെ ഹിന്ദി എന്ന് പറഞ്ഞ പ്രീ പ്രൊഡക്ഷൻ, അതിൻ്റെ ഒരു ഇൻക്യുബേഷൻ ടൈം എന്നൊക്കെ പറഞ്ഞാൽ 2 years, പിച്ചിങ് ഫേസ്, അങ്ങനെ കുറേ അധികം കടമകളുണ്ട്. കാരണം ബിഗർ മണീസ് ഇൻവോൾവ്. അപ്പം ലോട്ട് ഓഫ് സ്റ്റുഡിയോസ്, സിസ്റ്റം വേറെയാണ്. അപ്പം ദേ ടേക്ക് ടൈം. അപ്പൊ ഇതിൻ്റെ ഇടയിൽ എനിക്ക് വേണമെങ്കിൽ ഒരു മലയാളം കൂടെ ഒപ്പടാവളം ചെയ്യാനുള്ള സമയമുണ്ട്. ചിലപ്പോൾ ചെയ്യുന്നു. ഈ കഥ ആരുടെ അപ്പം ബോളിവുഡ്? അതെൻ്റെ തന്നെയാണ്. ഞാനും വേറെ 2 റൈറ്റേഴ്സ് ഉണ്ട്, ലൈക്ക് ഡയലോഗ്സും അങ്ങനെയുള്ള വേണ്ടിയിട്ട്. ജിത്തു ഈ ഐറ്റം എടുക്കാത്തതാണല്ലോ നമ്മൾ വിചാരിക്കും. കോമൺ മാൻ കഴിഞ്ഞ 2 പടം കണ്ട ആൾക്കാർ. അപ്പൊ ഇത് കാരണം രണ്ടും പുള്ളിയുടെ റിയൽ ലൈഫിൽ നടന്നേക്കുന്ന പല എലമെന്റ്സ് എടുത്തുള്ള പടം. രോമാഞ്ചവും ആവേശവും. ജിത്തു ആണെന്ന് ചോദിച്ചാൽ അല്ല, ഇതിൽ റിയൽ ലൈഫ് എലമെന്റ്സ് ഉണ്ടോ? അത് ജിത്തുവിനോട് തന്നെ ചോദിക്കേണ്ടി വരും. കാരണം എനിക്ക് പറയാൻ പറ്റില്ല. ജിത്തു എനിക്ക് കഥ ഒന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ പറഞ്ഞ കഥയൊന്നും സിനിമയായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ പിന്നെ വി സാറ്റ് ഫോർ ഒരു 1-2 മാസം നമ്മൾ ഇരുന്ന് ഇവൻ ജിത്തു സൂര്യ സാറിൻ്റെ ഒരു വലിയ പടം വർക്ക് ചെയ്യുകയാണെങ്കിലും അതിൽ നിന്ന് ഞാൻ എല്ലാ ദിവസവും രാവിലെ വിളിച്ച് നമ്മൾ ലൈക്ക്, കാരണം രണ്ട് ഡയറക്ടേഴ്സാണ്, 2 ഇൻഡിപെൻഡന്റ് ലാംഗ്വേജ് ആണ്, രണ്ട് ഭാഷയാണ്. അപ്പം ആ രണ്ടിൽ നിന്ന് ഒരു സിങ്ക് കണ്ടുപിടിക്കാനും അതിൻ്റെ ഒരു പൊതുഭാഷ കണ്ടുപിടിക്കാനുമുള്ള സമയം ആയിരുന്നു അതിൻ്റെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം. ഡയറക്റ്റ് ചെയ്യാൻ വെച്ചിരുന്നാണോ? അങ്ങനെയല്ല, ഡയറക്റ്റ് ചെയ്യാൻ ഉറപ്പായിട്ടും. കാരണം ഈസ് എ ഡയറക്ടർ, എപ്പോഴെങ്കിലും ഡയറക്റ്റ് ചെയ്യാമെന്ന് എഴുതി വെച്ചിരുന്ന ഒരു കഥ തന്നെയാണ്. അപ്പം ടൈം ബീങ്ങിലേക്ക് ഈസ് അപ്പം സൂര്യ സാറിൻ്റെ പടമുണ്ട്, അത് കഴിഞ്ഞൊരു പടമുണ്ട്. അപ്പം എല്ലാം കൊണ്ടല്ലേ കേസ് ബിസോ. അപ്പം എന്നോട് വെറുതെ പറഞ്ഞു ഈ പടം ചെയ്യാൻ. അപ്പം എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചു ഈ വലുത് ചെറുത് വലിയ പടം വേണോ ചെറുത്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് വാട്ട് യു തിങ്ക് ഈസ് യുവർ ബെസ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കഥയാണ്. അപ്പം അവനത് എനിക്ക് തോന്നുന്നു ഇത് പണ്ട് ചെയ്യാൻ എന്തോ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ രോമാഞ്ചം ഹാപ്പൻഡ്, ആവേശം ഹാപ്പൻഡ് ആൻഡ് ഡിഡ്ന്റ് ഹാപ്പൻ. അപ്പം ഇത് എനിക്ക് വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ കോൺസെപ്റ്റ് ഈസ് ബിഗ് ഇനഫ് ഫോർ എ ഫിലിം എന്നുള്ളത് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയാണ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഫോർ ബാലൻ. ട്രെയിലറിൽ കണ്ട ചില കമന്റ്സും ചില എല്ലാവരും ശ്രദ്ധിച്ച പോയിന്റ്സും ആണ് അത് ഞാൻ പറയാൻ പോണേ. ഇപ്പോൾ ടൊവിനോ ടോർച്ച് വെട്ടത്തിൽ ജസ്റ്റ് ഒന്ന് കാണുന്നേ ഉള്ളൂ, അത് കറക്റ്റ് ടൈം മാർക്ക് ചെയ്ത് കമന്റ് ചെയ്യുന്നുണ്ടല്ലോ. ടൊവിനോന്റെ ക്യാരക്ടറിനെ പറ്റി എന്തെങ്കിലും പറയാനായോ? അതും പടത്തിൽ കൂടെ കാണുന്നതാണ് അതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും പടത്തിൽ കൂടെ കാണുന്നതാണ് അതിന്റെ രസം. ക്യാമിയാണോ? അല്ല, ആ ടോർച്ച് വെട്ടത്തിൽ കണ്ടില്ല, അത്രയൊക്കെ ഉള്ളൂ. ടോർച്ച് അടിച്ചോ? ശരി, ഓക്കെ. ബീന ആന്റണി എല്ലാരും കമന്റ് ചെയ്യുന്നുണ്ട്, ആക്ട്രസിനെ കൊണ്ടുവന്ന് ആക്ടറെ കൊണ്ടുവന്നു പറഞ്ഞിട്ട്. അതിന് പിന്നിൽ എന്തെങ്കിലും ഡയറക്ടർക്ക് പറയാനുണ്ടോ? ബീന ആന്റണി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ചെറുതിലെ അറിയുന്ന ആളാണ്. ലൈക്ക് ഐ വർക്ക് വിത്ത് ഓൾസോ ലൈക്ക് ചെറുതിലെ. അപ്പോൾ ഞാൻ അവരെ നോട്ട് ചെയ്തിട്ടുണ്ട്, ഭയങ്കര നല്ല ആക്ടറാണ്. പിന്നെ ഒരു പടത്തിലെ ക്യാരക്ടർ വന്നപ്പോൾ നമ്മളിങ്ങനെ കുറേ പേരെ കുറേയൊക്കെ നമുക്കിങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളൊരു ഫേസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ ബീനാൻറ്റി എന്ന് വിളിക്കാം. അപ്പം അവരെ എനിക്ക് എന്താ പറയുക, ഇപ്പം ആൻറ്റി എന്ന് വിളിച്ചാൽ തന്നെ അടി പിടിക്കും, അപ്പം എന്താ പറയുക. അപ്പം ഐ തോട്ട് ലൈക്ക് ഷീ വിൽ ബി ഫൈൻ ആൻഡ് ഷീ ഡിഡ് എ വെരി ഫാന്റാസ്റ്റിക് ജോബ്. നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്, അടിപൊളിയായിരിക്കും. സിധുവിന്റെ പ്രൊഫൈലിൽ വന്ന് എല്ലാവരും കമന്റ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്,
ബാലന്റെ ഏത് വീഡിയോ ഇട്ടാലും ജനനായകൻ എന്ന റിലീസ് വെച്ചിട്ട് കണ്ടായിരുന്നു. ജനനായകൻ ഇറക്കി വിടൂ. അതെ അതെ, ഞാനും അത് എല്ലാത്തിന്റെ അടിയിൽ ജനനായകൻ ടോക്സിക്. ജനനായകനാണ് കൂടുതൽ. അതായത് KVN പ്രൊഡക്ഷൻസ് ആയതുകൊണ്ടാണ്. അപ്പൊ അവരുടെ രണ്ടും ആദ്യം ജനനായകനും ഈസ് വെയിറ്റിംഗ് റിലീസ് ആൻഡ് ടോക്സിക് ഇസ് 2 ബിഗ് ഫിലിംസ് ദേ ആർ വെയിറ്റിംഗ് ഫോർ റിലീസ്. എല്ലാം അടിപൊളിയായിരിക്കും. ഇത് ചിദംബരത്തിന്റെ പ്രൊഫൈലിൽ വന്ന് കമന്റ് ചെയ്യുമ്പോൾ എന്താ ഞാൻ എന്ത് ചെയ്യാനാണ്? എന്റെ കയ്യിൽ ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ ഞാൻ റിലീസാക്കി വിട്ടേന്. ഇനി ചിദംബരത്തിന് അങ്ങനെ അറിയാം എന്നാ റിലീസ്? എനിക്കറിയില്ല. ഒരു ഉത്തരം കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ഉത്തരം കൊടുക്കാൻ പറ്റില്ല. ശരി. ലാൽ ജൂനിയറിന്റെ ഒരു രസമുള്ള ലുക്കും രസമുള്ള വേഷമാണ്. അതെ അതെ അതെ. എങ്ങനെ പുള്ളിയിൽ ലാൻഡ് ചെയ്തപ്പോ? ഞാന് ജീൻമാൻ എനിക്ക് പണ്ടേ അറിയാം. എന്താ പറയാ, സിനിമ ചെയ്യുന്നതിന് മുമ്പേ, ഞാനിമൊക്കെ ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് അറിയുന്ന ആളാണ്. നമ്മളെപ്പോഴും അവിടെ പോയി ജിൻമാരുടെ അടുത്ത് പോയി ചില്ല് ചെയ്യും, ഇരിക്കുന്നപ്പോൾ അത്രയും നാളും ഒരു ഇടയ്ക്ക് നമുക്ക് എന്താണെന്ന് പറയാ, ലൈക്ക് ഈസ് എ സീനിയർ ഡയറക്ടർ ആൻഡ് സീനിയർ ബ്രദറെ കൂടെയാണ്. സോ ഇപ്പോഴും നമ്മൾ സംശയങ്ങളൊക്കെ ചോദിക്കുന്ന, ഗൈഡൻസ് ഒക്കെ ചോദിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് ആദ്യം മഞ്ഞുമേലെ കൊണ്ടു ഞാൻ അഭിനയിപ്പിച്ചപ്പോൾ കൊള്ളാലോ പരിപാടി, ഭയങ്കര പ്രസൻസ് ഉള്ള സാധനം. അപ്പോഴേ ഞാൻ ബുക്ക് ചെയ്തതാണ് ഫസ്റ്റ് പോലീസ് വേഷം എനിക്കറിയാം. കാരണം എനിക്കറിയാം ഒരിക്കൽ പോലീസ് വേഷം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് റിപ്പീറ്റ് വരും. കാരണം അത് നല്ലൊരു ഭയങ്കര ഫിസിക്കും ഭയങ്കര പ്രസൻസ് ഉള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞത് ഇപ്പം കോൺസ്റ്റബിൾ SI ഇനി IPS ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ബുക്ക് ചെയ്തായിരുന്നു. ആദ്യത്തെ എന്താ പറയുക, ഇതേപോലെ ഞാൻ സജിൻ ഗോപുവിനോടും ഫസ്റ്റ് പോലീസ് വേഷം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സജിൻ ഇപ്പോൾ വേറെ പോലീസ് വേഷം ചെയ്തു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അങ്ങനെയാണ് ജീൻ്റെ ഇതിലേക്ക് വരുന്നത്. ഭയങ്കര നല്ല പ്രസൻസ് ആണ്, ഭയങ്കര നല്ല അല്ല അതാണ്. അതെ അതെ അതെ, ഭയങ്കര നല്ലൊരു പോലീസുകാരനും കൂടെയാണ്. ഈ പടത്തില് ഇങ്ങനെ ഒരു പോലീസ് വേഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്താണോ നേരത്തെ വെറുതെ പറഞ്ഞു? അല്ല അങ്ങനെയല്ല, വെറുതെ പറഞ്ഞു. ഞാൻ രണ്ടുപേർത്തും വെറുതെ പറഞ്ഞു. സജിനോട് അതിന്റെ കണ്ട നല്ലൊരു പോലീസ് ആയിരിക്കുമല്ലോ, എനിക്ക് ഫസ്റ്റ് പോലീസ് വേഷം എനിക്ക്. സജിൻ എന്നിട്ട് പോലീസ് വേഷം ചെയ്തതിന് എന്നെ വിളിച്ചു പറഞ്ഞു, അറിയാം ഒരു പടം വന്നിട്ടുണ്ട് പോലീസ് വേഷം. ഞാൻ ചെയ്തു, ഞാനൊരു ആഗ്രഹത്തിന് പറഞ്ഞതേ ഉള്ളൂ, ഗോ ഫോർ ഇറ്റ്. ജീന്റെ പോലീസ് വേഷം കണ്ടിട്ട് കമന്റ്സ് ഒക്കെ വന്നോ ഇൻഡസ്ട്രിന്ന്? ജീൻ എന്ത് പറഞ്ഞു? ഈസ് വെരി ഹാപ്പി. ഞാൻ പറഞ്ഞൊരു നല്ല യൂണിഫോം ഒന്ന് തയ്ച്ചു വെച്ചോളൂ, ആവശ്യം വരും. ഭയങ്കര ഞാൻ പറഞ്ഞില്ല, ഡയറക്ടർ ആവുന്നതുകൊണ്ട് നമുക്ക് വിഷനിലേക്ക് നമ്മൾ മനസ്സിലാക്കാനൊക്കെ പെട്ടെന്ന് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക, എങ്ങനെ ഔട്ട്പുട്ടൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഹി വിൽ ഓൾസോ വെരി ഈസി ടു കമ്മ്യൂണിക്കേറ്റ്. അങ്ങനത്തെ ഒരു ഗുണം ഉണ്ടായിരുന്നു. ആവേശത്തിന്റെ റൈറ്റർ, മഞ്ഞുമലിന്റെ ഡയറക്ടർ, ഇവരുടെ കോംബോ എന്ന് പറയുമ്പോ എക്സ്പെക്ടേഷൻസ് ഭയങ്കരമായിരിക്കും. പ്രതീക്ഷയുടെ അമിതഭാരം ഇറക്കി വെച്ചാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. നിങ്ങളുടെ കോംബോ എങ്ങനെ ആയിരിക്കും, എന്തായിരിക്കും നമുക്കും അറിയില്ല. നിങ്ങൾ ജിത്തുവിന്റെ ഒന്നും പ്രതീക്ഷിക്കുന്ന സാധനമേ അല്ല. ജിത്തുവിന്റെ 2 പടങ്ങളിലും ജിത്തുവിന്റെ ഭയങ്കര സർപ്രൈസിങ് ആണ് ജിത്തു ആസ് എ സ്റ്റോറി ലൈക്ക് ദിസ് എന്നുള്ളത്. ആൻഡ് എനിക്കും ഒരു ഐ ആം ഓൾസോ ലൈക്ക് ലക്കി. ജിത്തുവിൻ്റെ ഇങ്ങനെ കഥ ഉണ്ടാവുകയും കറക്റ്റ് സമയത്ത് ഇത് വരികയും കറക്റ്റ് ഇങ്ങനത്തെ നല്ല ആക്ടേഴ്സിനെ അതിലേക്ക് കിട്ടുകയും എല്ലാം ചെയ്യുന്നത്. ലൈക്ക് ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ടൈമിങ്. ഐ തിങ്ക് കുറെ പ്രോജക്റ്റുകൾക്കിടയിൽ നിൽക്കുമ്പം എനിക്ക് ഇപ്പം ഈ പടം ചെയ്യാം എന്ന് ഫൈനലി ചെയ്തു തീരുമാനിക്കാൻ ഹുക്ക് ചെയ്തത് എന്താണ്? തീർച്ചയായും എൻ്റെ കഥ തന്നെയാണ്. ഇതിനൊരു പ്രത്യേക ഒരു എലമെൻ്റ് ഉണ്ട് ഈ കഥയ്ക്കകത്ത്. അത് സിനിമ ആണെങ്കിൽ മനസ്സിലാവും. ആൻഡ് ഇതിൻ്റെ സ്പേസ് ഭയങ്കര വേൾഡാണ്. അപ്പം എന്ന് വെച്ചാൽ അമ്മയും മകൻ ആദ്യമായിട്ട് ലോകം കാണുന്നവർ, അവർ തമ്മിലൊരു ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്, അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. വേറെ പാർട്ട്നേഴ്സ് ഇൻ ക്രൈം ആൻഡ് ത്രില്ലർ. അത് ഭയങ്കര നല്ല സ്പേസാണ്. ആ സ്പേസിൽ എന്ത് കിട്ടിയാലും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം ഫ്രഷ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. അതിനിടയിൽ ആക്ടിങ് അങ്ങനെ അഭിനയിച്ചു. അത് ഇതുപോലെ ഞാൻ പറഞ്ഞ പടമൊക്കെ സമയം എടുക്കുന്നു. അങ്ങനെ വെറുതെ ഇങ്ങനെ രതീഷേട്ട അങ്ങനെയാണ് ദുരൂഹ എത്തുന്നത്. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാണ് ഇത്രയും വലിയ റോളായിരിക്കും എന്നൊക്കെ ഉള്ളത്. ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ എത്തി, പിന്നെ 1 മാസത്തിന് ഷൂട്ട് തുടങ്ങും. പിന്നെ ഓക്കെ, ദുരൂഹ സാഹചര്യത്തില് ചിദംബരം പൊളിച്ചു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആക്ടിങ് പരിപാടികൾ ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ആക്ടിങ് പരിപാടികളൊന്നുമില്ല. കാരണം ഡയറക്ഷൻ കമ്മിറ്റ്മെന്റ്സ് തന്നെ ഉണ്ട്. അത് വന്നാലും ചെയ്യില്ലേ എനിക്ക് അറിയില്ല. അത് കാരണം കുറെ എഴുതാണ്ട്, പ്രൊഡ്യൂസർ കമ്മിറ്റ്മെന്റ്സ് പണിയുണ്ട്. അതെ അതെ. അപ്പൊ ഇത് റിലേഷൻ വെച്ച് തീർച്ചയായും അത് ഫുൾ ഓൺ ട്രസ്റ്റിങ് രതീഷ് ചേട്ടനാണ്. വേറെ ഡയറക്ടറാണെങ്കിൽ ഞാനത് ചെയ്യുന്നത്. കാരണം എനിക്ക് രതീഷ് ചേട്ടൻ്റെ ഒരു ട്രസ്റ്റ് ഉണ്ട്, ലൈക്ക് how he will make a film. And ചാക്കോച്ചൻ was also ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ ചാക്കോച്ചൻ ഇത് ചെയ്യണോ, അപ്പോൾ നമുക്ക് ചെയ്യാം, നമുക്ക് ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രണ്ടുപേരാണ് എൻ്റെ മെയിൻ ഫാക്ടേഴ്സ്. എനിക്കത് കൺട്രോൾ ചെയ്യാനുള്ളത്. കാരണം എനിക്ക് ഇത്ര ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. കാരണം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ പെർഫോം. ലൈക്ക് ഇത്ര ആൾക്കാരൊക്കെ നിൽക്കുമ്പം
ആൻഡ് ആക്ടിങ് ഈസ് നോട്ട് ഈസി അറ്റ് ഓൾ. അപ്പൊ പടം OTT വന്ന ശേഷം ഭയങ്കര അഭിപ്രായം വന്നു, പ്രത്യേകിച്ച് ചാക്കോച്ചന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് റോളാണ് അഭിപ്രായങ്ങൾ വന്നു. യെസ്. അപ്പൊ ആസ് എ ഡയറക്ടർ നോക്കുമ്പോ അത് അങ്ങനെ ഒപ്പീനിയൻ തിയേറ്ററിൽ വരാതെ OTT വരുമ്പോ എന്തുകൊണ്ടായിരിക്കും അത്? അത് എനിക്ക് തോന്നുന്നു നമ്മൾ സിനിമ കാണുന്നതിൻ്റെ ഒരു സ്പേസും അതിൻ്റെ തിയേറ്ററിൽ കാണുന്ന ഒരു മെൻറ്റാലിറ്റി അല്ല നമ്മൾ വീട്ടിൽ കാണുമ്പോൾ. രണ്ട് മൈൻഡ് ഇസ് പ്രിപ്പയർഡ് ഫോർ 2 ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ്. അപ്പോൾ അതാണ് എൻ്റെ ഫാക്ടർ എന്ന് എനിക്ക് തോന്നുന്നു. സിനിമ വളരെ നല്ല സിനിമയാണത്. ആൻഡ് ആ സിനിമയെ തന്നെ പറയുന്നത് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ, ഇറ്റ്സ് എ പൊളിറ്റിക്കൽ സോഷ്യൽ സെറ്റയർ. അപ്പം ദിവസവും പത്രം വായിക്കുന്നതൊക്കെ ചിലപ്പോൾ പടം കുറച്ചും കൂടി ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവർക്കും അറിയാം വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് അസ്, എന്താണ് ഈ മാവോയിസ്റ്റ് ഇഷ്യൂ, അതിൻ്റെ പൊളിറ്റിക്സ്. പിന്നെ അതൊരു സെറ്റയറാണ് പടം. അത് പൊളിറ്റിക്കലി അവെയറായ ആൾക്കാർ കുറച്ചും കൂടെ മനസ്സിലാവുന്ന ഒരു പടമാണെന്ന് എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് പോയോ തിയേറ്ററിൽ നിന്ന്? പെട്ടെന്ന് പോയി. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അന്ന് പിന്നെ ആൾക്കാർ എന്താ പറയുക, മൊത്തത്തിലൊരു ഫെസ്റ്റീവ് മൂഡായിരുന്നു. ആൾക്കാർ തിയേറ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത ഒരു സ്പെക്ടക്കിളും പരിപാടി ഇങ്ങനത്തെ. ഐ തിങ്ക് ഇങ്ങനത്തെ ഫിലിം ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ആൻഡ് ഷുഡ് ബി വാച്ച്ഡ്, ബിക്കോസ് നമ്മളെ ഉള്ളൂ ഇനി അതങ്ങനത്തെ സിനിമകൾ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് ഈ പൊളിറ്റിക്കൽ ഇങ്ങനത്തെ സോഷ്യൽ കമന്ററി. ആക്ടിങ് ഇസ് എ ഡിമാൻഡിങ് ജോബ് എന്ന് ചിദംബരം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ എന്ത് ജോബാണ്? ഡയറക്ഷൻ ഇസ് ഓൾസോ വെരി മച്ച് ഡിമാൻഡിങ്. പക്ഷെ ഐ നോ ഡയറക്ഷൻ. മറ്റേത് അത് രണ്ട് വ്യത്യാസമുണ്ട്. I can confidently say that I know how to shoot and direct a film. That I can say. But acting ചോദിച്ചാൽ ലൈക്ക് ചെയ്തു പോക്ക് അങ്ങനെ ഉള്ളൂ. ഇതിൽ ഡിമാൻഡിങ് ആയിരുന്നു അത്ര? ഏതാ ദുരൂഹ സാഹചര്യം? ഓഫ് കോഴ്സ്. കാരണം അത് ഒരു ആന്റഗണിസ്റ്റ് ആണ്. അയാളുടെ ദേഷ്യം അത് ജസ്റ്റിഫൈഡ് ആയിരിക്കണം. അങ്ങനെ കുറെ ഉള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ലാസ്റ്റ് ഒരു ഭയങ്കര ഡിമാൻഡിങ് ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അതും ചാക്കോച്ചൻ്റെ കൂടെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. നമ്മളെപ്പോലെയല്ല, നല്ല ഫിറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ചാക്കോച്ചൻ. ഞാനൊക്കെ ഓരോ റൗണ്ട് കഴിഞ്ഞ് ഇങ്ങനെ കഥച്ചൊക്കെ ഇരിക്കുമ്പോഴും ചാക്കോച്ചൻ വിൽ ബി സ്ട്രെച്ചിങ് ആൻഡ് റെഡി അല്ലേ ചോദിക്കും ഞാൻ എൻ്റെ അമ്മ. അപ്പോൾ അത് ഭയങ്കര ഒരു ഡിമാൻഡിങ് ആയിരുന്നു. ഓഫ്കോഴ്സ്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ടിങ്. 10 സ്റ്റേറ്റ് അവാർഡ്സ്. മഞ്ഞുമൽ ബോയ്സ് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്, കുറെ പറഞ്ഞു മടുത്താണെങ്കിൽ. 11 സ്റ്റേറ്റ് അവാർഡ്സ്. അതിൽ ചിദംബരത്തിന് തന്നെ ബെസ്റ്റ് ഡയറക്ടർ, മികച്ച തിരക്കഥാകൃത്ത്, ബെസ്റ്റ് സിനിമ എന്ന് പറയുമ്പോൾ നമ്മള് ചിദംബരത്തിന്റെ സിനിമ ബെസ്റ്റ് സിനിമ. അങ്ങനെ 11 സ്റ്റേറ്റ് അവാർഡ്സ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുമ്പോ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുമ്പോഴുള്ള ഫീൽ എന്താ? വളരെ നല്ല ഫീലായിരുന്നു. ഐ ഡോണ്ട് നോ, നമുക്കത് ഐ നോ ഇറ്റ് ഈസ് ലൈക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം. കാരണം ഇത് എപ്പോഴും സംഭവിക്കാമെന്നില്ല. ആൻഡ് എനിക്ക് എന്തായാലും ആർട്ട് ഡയറക്ഷൻ, സൗണ്ട്, സിനിമാറ്റോഗ്രഫി അതിലൊക്കെ എന്തായാലും അവാർഡ്സ് ഉറപ്പായിരുന്നു. കാരണം അത് അത്രയും നല്ലതായിരുന്നു. കാരണം അതിലേക്കൊന്നും പക്ഷെ ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ആൻഡ് എന്താ പറയുക, താങ്ക് യു ജൂറിക്കോ ആർക്കാണോ ലൈക്ക് താങ്ക് യു പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആൻഡ് ഫോർ ദ പീപ്പിൾ ഹൂ മെയ്ഡ് ദ ഫിലിം വാട്ട് ഇറ്റ് ഈസ്. ആൻഡ് ഐ ഡോണ്ട് നോ, ഇനി അത് സംഭവിക്കട്ടെ. ഇനി സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ഇറ്റ് വാസ് ഗ്രേറ്റ്. ശരിക്കും വിയർപ്പ് തുന്നിയിട്ട കുപ്പായാണ്. അതെ പറഞ്ഞു. അതെ തീർച്ചയായും. എനിക്ക് ആ വേടന് ലിറിക്സിന് കിട്ടിയതും ഭയങ്കര, കാരണം ആദ്യമായിട്ടാണ് റാപ്പ് മ്യൂസിക്. കാരണം ലിറിക്സാണ്. അത് ലളിതഗാനമാണോ, കർണാടകമാണോ, റാപ്പാണോ, ഹിപ്പോപ്പ് ആണോ എന്നുള്ളതല്ല. ആ വരികൾ കൃത്യമായി സിനിമയ്ക്ക് വേണ്ടി എഴുതിയ വരികൾ. ആ സിനിമയുടെ കഥ പറയുന്നുണ്ടോ, ആ സിനിമയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ടോ, ആൻഡ് ഈസ് ഇറ്റ് ടേക്കിംഗ് ദ സ്റ്റോറി ഫോർവേഡ്, ദെൻ കുതന്ത്രം എന്തായാലും അത് പറയുന്നുണ്ട്. ആൻഡ് അത് ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ഓൾസോ. അതുകൊണ്ട് അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോയ്സ് ആയിട്ട് എനിക്ക്. വേടനെ കൊണ്ട് ലിറിക്സ് എഴുതിക്കാന്ന് പാട്ട് കഴിക്കാന്ന് തീരുമാനിച്ചപ്പോഴാണ് അതെനിക്ക് പണ്ടേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം വേടനെ എനിക്ക് പാട്ടുകാരനെ അറിയുന്നതിന് ഇപ്പോൾ ഞാൻ സിനിമ പണ്ടേ അറിയുന്ന ആൾക്കാരാണ്. വേടനെ തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിലും താമസിക്കുകയും എല്ലാം എന്താ പറയുക, നമ്മളെ കമ്പട്ടിപ്പാടുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് കാണുന്നത്. അപ്പോൾ അതായത് എല്ലാവരും ഒരുമിച്ചൊക്കെയായിരുന്നു താമസം ആ സമയത്ത്. അപ്പോൾ വേടനെ എനിക്കറിയാം. വേടൻ അന്ന് പാട്ടുകൾ പാടും, റാപ്പല്ല, അല്ലാണ്ട് നാടൻ പാട്ടുകളും നമ്മൾ കേൾക്കാത്ത കുറേ പാട്ടുകളും. അങ്ങനെ ലൈക്ക് ഹി വാസ് എ ഗുഡ് ലൈബ്രറി ഓഫ് സോങ്സ് ആൻഡ് എൻ്റെ കൾച്ചർ ആൻഡ് എല്ലാം ഭയങ്കര റൂട്ടായിട്ടുള്ള ഒരു ബോയാണ്. അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ കുതന്ത്രം. അപ്പം ഞാൻ വോയിസ് ഓഫ് ദ വോയിസ്ലെസ് അവൻ ഫസ്റ്റ് ഐ വാസ് വെരി പ്രൗഡ്. നമുക്കാണ് നമ്മൾ ഇറ്റ് വാസ് വെരി, ഞാൻ റാപ്പും ഇപ്പോൾ എല്ലാം ഫോളോ ചെയ്യുന്ന ആളാണ്. ഭയങ്കരമായിട്ട് എനിക്ക് തോന്നി. കാരണം എൻ്റെ ഭാഷ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നി. കാരണം എനിക്ക് അറിയാം എൻ്റെ ഭാഷ നമ്മൾ, പക്ഷെ അത് പാട്ടിലും റാപ്പിലും കൂടെ വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ സുഷിനോട് പറഞ്ഞു, നമുക്ക് ഈ ഫസ്റ്റ് ഇവരുടെ പാട്ട് നമുക്ക് വേടനെ കൊണ്ട് ചെയ്യിപ്പിച്ചാലോ. അപ്പോൾ സുഷിനും ഓക്കെ. ഞാൻ വേടനെ വിളിച്ചു. സുഷിൻ്റെ സ്റ്റുഡിയോയിൽ രാവിലെ വന്നു. നമ്മൾ കഥ പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു, വേട ഇത് നിന്നെ പറ്റിയല്ല, ഇത് മഞ്ഞുമല്ലെ കുറച്ച് പിള്ളേരെ പറ്റിയാണ്. അല്ലെങ്കിൽ ഓൾവേസ് ഫസ്റ്റ് പേഴ്സൺ ആണല്ലോ വേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു അത് ഫസ്റ്റ് ആയിട്ട് ഇത് ഇങ്ങനെ ഇത് ഇങ്ങനെയാണ്. പക്ഷേ
ബാക്കി അവരുടെ സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എനിക്ക് വേടനോട് ഇതാണെന്ന് പറയേണ്ടി വന്നുള്ളൂ. അതിങ്ങനെ ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ബിക്കോസ് വി ബോത്ത് കം ഫ്രം ദാറ്റ് സ്പേസ്. നമ്മൾ തൊഴിലാളികളാണ്, അവർ ദിവസം ജീവിക്കുന്നവരാണ്, പട്ടിണിയാണ് പരിപാടി, എന്നാൽ എന്താ പറയുക, കുറച്ച് അലമ്പൊക്കെ ഉണ്ട് കയ്യിൽ. അപ്പം സാധാരണക്കാരനൊക്കെ നമ്മളെല്ലാവരും പോലത്തെ ആൾക്കാരാണ് അവർ. അപ്പോൾ ഇതാണ് അവർ പെരിയാറിൽ നീന്തി വളർന്നവരാണ്, ഫ്രണ്ട്ഷിപ്പാണ് അവരുടെ ബോണ്ട്. ഇതിൻ്റെ പടത്തിൻ്റെ കഥ ഇതാണ്. അപ്പോൾ അങ്ങനെ കേട്ടിട്ട് നമ്മൾ കുതന്ത്രം അപ്പോൾ തന്നെ മാറിയിരുന്ന് എഴുതി 2 ഡ്രാഫ്റ്റ് ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയ പാട്ട്. അന്ന് വൈകുന്നേരം ട്യൂൺ പോയി. കുതന്ത്രം വാസ് മെയ്ഡ് ഇൻ 1 day. ഒരു ദിവസം കൊണ്ട് എഴുതി, പാടി, റെക്കോർഡ് ചെയ്ത് സുഷിൻ ലൂപ്പ് ഉണ്ടാക്കി. ഞാൻ സുഷിനോട് പറഞ്ഞ ബ്രീഫ് എന്ന് വെച്ചാൽ സ്കേറ്റേഴ്സ് ഹിപ്പ് ഹോപ്പ് ഉണ്ട് 2000s കുറേ സ്ക്രാച്ചും സുഷൊക്കെ ഉള്ള. അപ്പം എല്ലാം കൂടെ പറഞ്ഞ ഏറ്റവും ദിവസം ഇറ്റ്സ് മെയ്ഡ് ഇൻ എ ഡേ. ആൻഡ് ഐ എം വെരി വൺ ഓഫ് ദ ലൈക്ക് ഭയങ്കര പ്രൗഡാണ് എനിക്ക് ഫോർ ഹാവിങ് ദാറ്റ് സോങ് ഇൻ മൈ ഫിലിം. അടിപൊളി. ഒറ്റ ദിവസം കൊണ്ടല്ലേ? ഒറ്റ ദിവസം വേടൻ അവിടെ ഇരുന്ന് തന്നെ എഴുതി. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ പാട്ട്. പിന്നെ റെക്കോർഡിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ മാസ്റ്ററിങ്, ഇറ്റ് ഇസ് എ ഡിഫറെന്റ് തിങ്. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് ഫുൾ പരിപാടി ആ പാട്ടിന്റെ ടു സെഡ് ആയതാണ്. ബ്രീഫും പക്കയാണ്, വേണ്ട സാധനങ്ങൾ വേടനോട് പറയുന്നു, സുഷിനും ബ്രീഫ് എടുക്കുന്നു. ബാലനില് സുഷിന്റെ പരിപാടികൾ എങ്ങനെയൊക്കെയാണ്? ബാലനില് സുഷിൻ ഓഫ് കോഴ്സ് എനിക്ക് എന്താ പറയാ, എനിക്ക് ബാലനിൽ സുഷൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഭയങ്കര മാജിക്കാണ്. കാരണം ഇറ്റ്സ് ഇമോഷണൽ ഫിലിം, ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ് ഫിലിം ദാൻ മഞ്ഞുമൽ. ഭയങ്കര കുറച്ചും കൂടി പേഴ്സണലാണ് ഫിലിം. മഞ്ഞുമലെല്ലാം വൈഡ്സും ഗുഹ പരിപാടി സ്പെക്ടക്കിൾ ഉണ്ട്. അവർക്കൊന്നും ഇത്ര ആൾക്കാർ, അതായത് നമ്മുടെ സബ്ജക്റ്റ് തന്നെ 11 പേരുണ്ട്. അപ്പോൾ എല്ലാം ഒരു മിഡും വൈഡുമാണ് എല്ലാം. കാരണം മഞ്ഞുമൽ ബോയ്സ് ഒരു ഏക എൻറ്റൈറ്റി ആണെങ്കിലും അപ്പോൾ എല്ലാവരും അവരിങ്ങനെ കാണിക്കണം. ഇതും കുറച്ചും കൂടി അമ്മ മകൻ പേഴ്സണൽ, കുറച്ചും കൂടി ടഫ് ഫിലിമാണ് ടു മേക്ക്. ഓക്കെ, കുറച്ചും കൂടെ അത് ആ ഇമോഷൻ എവിടെ, അതിൻ്റെ ഒരു എങ്ങനെ ഹൗ പീപ്പിൾ ബിഹേവ്, കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇമോഷൻസ് വേണമെന്ന് തോന്നുന്നു. അപ്പം അത് ആംപ്ലിഫൈ ചെയ്യാൻ എല്ലാം സുഷിൻ മ്യൂസിക്കിലാണ് അതിൻ്റെ ഒരു ഇമോഷണൽ കോറ് കിടക്കുന്നത്. അപ്പം ഞാൻ സുഷിനോട് ഓപ്പൺ ആയിട്ട് പറയാം, ഇത് വർക്കായില്ല, കുറച്ച് വായിച്ച് കേട്ട് കുറച്ചും കൂടെ ഇമോഷണലാക്കുക, അങ്ങനെ വി ഹാവ് എ കമ്മ്യൂണിക്കേഷൻ ലൈക്ക് ദാറ്റ്. ആൻഡ് ഹി ഹാസ് ഡൺ എ ബ്യൂട്ടിഫുൾ ജോബ്. ഭയങ്കര പുള്ളി ബ്രേക്ക് എടുക്കാൻ തീരുമാനിക്കുന്നതിന് മുന്നാണോ? അതൊക്കെ ചുമ്മാ ബ്രേക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല, അത്ര പോലെ ബ്രേക്ക് ഒക്കെ അവൻ്റെ ആഗ്രഹമല്ലേ, അതൊക്കെ ആഗ്രഹമല്ലേ. അല്ല, ഐ തിങ്ക് ബൊഗെയിൻവില്ല കഴിഞ്ഞൊരു ലോങ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഫോർ റിലീസസ്. പക്ഷെ അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ വരുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സ്, നമുക്ക് മഞ്ഞുമൽ ബോയ്സ് ആണ്, പക്ഷെ പുറത്ത് മഞ്ജുമൽ ബോയ്സ്. അങ്ങനെ നോക്കുമ്പോൾ മഞ്ജുമൽ ബോയ്സ് ഏതൊക്കെ രീതിയിലുള്ള ഗേറ്റ്സ് ആണ് ചിദംബരത്തിന് ഓപ്പൺ ചെയ്തതെന്ന്? മഞ്ഞുമൽ ഓൾ ഗേറ്റ്സ്. കാരണം മഞ്ഞുമൽ ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ബാലൻ ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഉണ്ടോ? തീർച്ചയായും. കാരണം പ്രൊഡക്ഷൻ ഹൗസ് മാത്രം. കാരണം ഇങ്ങനത്തെ ഒരു പടം ലൈക്ക് വിത്ത് ന്യൂ ഫേസസ് ആൻഡ് എവറിത്തിങ് വിത്ത്, ആൻഡ് ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി എന്താ പറയുക ചീപ്പ് ഫിലിം. ലൈക്ക് എല്ലാം പുതിയ ആൾക്കാർ, അങ്ങനെയല്ല. ഇറ്റ് ഇസ് നമ്മൾ വി ഹാവ് സ്പെൻഡ് 80-90 days ഷൂട്ടിംഗ് ദിസ് ഫിലിം. അത്രയും ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഷൈജുക്ക് നമ്മൾ ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം 3 ഷോട്ട് 2 ഷോട്ടൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തത്. അപ്പം മഞ്ഞുമൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ബാലൻ എനിക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് അത് തന്നെയാണ് മഞ്ഞുമലിൻ്റെ പവർ. ലൈക്ക് ഐ ക്യാൻ ഡു എനി ഫിലിംസ്. അപ്പം ഇതിലിപ്പം ഇങ്ങനത്തെ ഒരു ഫിലിം ഫസ്റ്റ് ടൈം ഡയറക്ടർ മൗണ്ട് ചെയ്യാൻ പണിയായിരിക്കും. കാരണം ഇത്രയും എക്സ്പെൻഡിച്ചർ ഉണ്ട്, പക്ഷേ സ്റ്റാർ ഇല്ല. എങ്ങനെ സ്റ്റാർ ആസ് എ മെയിൻ തിങ്, അങ്ങനത്തെ ഒരു ഫാക്ടർ. സോ മഞ്ഞുമൽ തന്നെയാണ്. എവിടേക്കാ ഷൂട്ട് ഉണ്ടായിരുന്നത്? ഷൂട്ട് കേരളത്തിൽ നമ്മളൊരു 10ഓളം ജില്ലകളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പടത്തിന്റെ ഒരു ഭൂരിഭാഗം ഷൂട്ട് ചെയ്തത് വയനാടാണ്. വയനാട് തിരുനെല്ലി ഭാഗത്താണ്. സ്റ്റോറി ഡിമാൻഡ് ചെയ്തത് വയനാടാണ്. അതെ. പിന്നെ ഞാൻ വയനാട് ആദ്യമായിട്ട്, ഞാൻ വയനാട് ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. വയനാട് ആദ്യമായിട്ട് മരിയെ കാണുന്നത് ഞാൻ ഈ ദുരൂഹ സാഹചര്യം ഷൂട്ട് ചെയ്യുമ്പോൾ. അവിടെ നിന്നാണ് ഞാൻ പറയുന്നത്, ഇവിടെ തന്നെ അവിടെ വലിയ ചൂടുമില്ല, നല്ല ഫുഡ്, നല്ല സ്ഥലം, നല്ല കാറ്റ് എല്ലാം. അങ്ങനെയാണ് വയനാടേക്ക് പോയത്. വയനാട് ഭയങ്കര നല്ല സ്ഥലമാണ്. കാൻസിൽ ഒരു പടം പോവാ അവിടെ പ്രദർശിപ്പിക്കാന്ന് പറഞ്ഞ എന്താ സംഭവം? അത് പടത്തിനെ എങ്ങനെ വലുതാക്കണം? പടത്തിനെ വലുതാക്കുന്ന ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ചാൽ പടം കാൻസിൽ പോയപ്പോഴും വന്നൊരു കൺഫ്യൂഷനാണ്. കാൻസിൽ ഇത് കോമ്പറ്റീഷൻ ഫിലിം അല്ല. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വലിയ കാറ്റഗറി. ഡിസംബറിൽ സബ്മിറ്റ് ചെയ്യണം. ഡിസംബർ നമ്മൾ വീണ്ടും ഇപ്പോഴും ഷൂട്ടിലായിരുന്നു. ഓക്കെ. അപ്പോൾ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ലൈക്ക് ജസ്റ്റ് പൊസിഷൻ ദ ഫിലിം ആൻഡ് ഒരു വൈഡർ ഓഡിയൻസിന് പടം കാണിച്ച് എന്താ പരിപാടി നോക്കണം. ആൻഡ് വി ഓൾസോ നമ്മൾ ചൈനയും ഫ്രാൻസും വി ഹാവ് കാവ്ഡ്, നമ്മൾ അവിടെ നമ്മൾ ഇൻഡിപെൻഡൻ്റ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധ്യതകൾ തേടിയാണ് പോകുന്നത്. അതിനാണ് ഫിലിം മാർക്കറ്റ്. ഫിലിം ബാക്കി നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനും എല്ലാം ലോക്ക്ഡാണ്. പക്ഷേ എനിക്ക് ഐ ജസ്റ്റ് വാണ്ടഡ് ടു സീ, അതിന് നമ്മൾ വേറെ ഫെസ്റ്റിവലിൽ എനിക്ക് പടങ്ങൾ വരണം. അപ്പോൾ അതിനൊരു ഗേറ്റ് വേയും കൂടെയാണ്. പല ഫെസ്റ്റിവൽ ഡയറക്ടേഴ്സും വരുന്ന സ്ഥലമാണ് കാൻ. ഓക്കെ.
അപ്പോൾ അങ്ങനെ അവനവിടെ കണ്ടു. അപ്പോൾ ഞാനവിടെ പോയി പടം കാണിച്ചു. ഞാനിങ്ങനെ പല പല നാഷണാലിറ്റീസ് കാണാൻ വന്നു. ഇറാഖീസ് ഉണ്ടായിരുന്നു, ജോർദാനിയൻസ് ഉണ്ടായിരുന്നു, ഇറ്റാലിയൻസ്, ഫ്രഞ്ച്, അങ്ങനെ ആൾക്ക്. അപ്പോൾ എല്ലാവരെയും ഞാനിങ്ങനെ നോക്കും, ഞാനിങ്ങനെ ഇവർക്കിത് കണക്ട് ആവും, ഇവർക്കിത് കണക്ട്. സോ ഭാഗ്യത്തിന് എല്ലാവർക്കും മനസ്സിലായി, അങ്ങനെ അവർക്കും കഥ ഭയങ്കരമായിട്ട് കണക്ട് ആയി. ദേ റിയലി ലവ്ഡ് ഇറ്റ്. ആൻഡ് അപ്പോൾ ഇങ്ങനെ നമുക്ക് വേറെ മൾട്ടിപ്പിൾ ഫെസ്റ്റിവൽസിന് ഇൻവിറ്റേഷനും കിട്ടിയിട്ടുണ്ട്. അപ്പം അതിന് തന്നെയാണ് അവിടെ കാൻസിന് പോയത്. ഞാൻ ആദ്യമായിട്ടാണ് കാൻസിന് പോയത്. ഞാൻ കാൻസ് കണ്ടുകൊണ്ട് നടക്കുമായിരുന്നു. വളരെ നല്ല സ്ഥലം. എക്സ്പ്ലോർ ചെയ്യാറ്. തീർച്ചയായും. എന്തൊക്കെ ക്യാൻസിനെ പറ്റി പറഞ്ഞു ഞങ്ങൾക്ക്, ഈ ഫെസ്റ്റിവലിനെ പറ്റിയും അവിടെ ആരൊക്കെയാ? ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ടൗൺ. ഭയങ്കര ഒരു വില്ലേജ് ആണ്. ടൗൺ എന്ന് പറയുമ്പോൾ ഒരു ഫിഷിംഗ് വില്ലേജ്, ഒരു ടൗൺ. നമ്മൾ ജെയിംസ് ബോണ്ട് സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ മൊണാക്കോ, മറ്റേ സെയിന്റ് കിറ്റ്സ് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഭയങ്കര ബ്ലൂ ബീച്ചസ് ആൻഡ് ഭയങ്കര ലക്ഷൂറിയസ് എക്സ്പെൻസീവ് ഹോട്ടൽസ്, അങ്ങനെ ഒരു ബീച്ച് ടൗൺ ആണ്. ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ് ആൻഡ് ദ ബ്ലൂവസ്റ്റ് വാട്ടേഴ്സ്. അപ്പം സിനിമ അവിടെ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ചെയ്താണ്. അതെ തീർച്ചയായും. സിനിമയുടെ എല്ലാം മാർക്കറ്റിംഗ്. അപ്പം ബാലനിപ്പം നമുക്ക് വേറെ കണ്ടന്റുകൾ കുറവല്ലേ, അപ്പം പാട്ടുകൾ തന്നെ. അപ്പം ബാലൻ കാൻസൽ വന്നു. സോ ഇറ്റ് മേക്സ് എ ന്യൂസ് ആൻഡ് ഇറ്റ്സ് എ ലോട്ട് ഓഫ് കോൺവെർസേഷൻ ഹാപ്പനിങ് ഓൺ ഇറ്റ്. സിനിമ എല്ലാം നമുക്ക് അത്യധികം ഇതെല്ലാം മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ, സിനിമയുടെ പൊസിഷനിങ്ങും മാർക്കറ്റിങ്ങിനും വേണ്ടി തന്നെ ചെയ്തതാണ്. ഞാൻ പോയത് CII ആണ്, കോൺഫറൻസ് ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിൻ്റെ സ്ക്രീനിങ്ങിലാണ് ഞാൻ പോയത്. അപ്പോൾ അങ്ങനെ 2-3 സ്ലോട്ട്സ് ഉണ്ട്. ഐ തിങ്ക് യു ക്യാൻ ഗോ. കോമ്പറ്റീഷൻ ഇസ് എ ഡിഫറെൻറ്റ് തിങ്. കോമ്പറ്റീഷൻ യു ഹാവ് ടു സബ്മിറ്റ് ഏർലി. അതിലൊരു 2,500 പടങ്ങൾ ഓൾ ഓവർ ദ വേൾഡ് വരും. എന്നിട്ട് അതിൽ നിന്നാണ് 16 പടങ്ങൾ എന്തോളം തോന്നുന്നു കോമ്പറ്റീഷൻ. സോ ഇറ്റ് ഇസ് എ സ്ലിം ചാൻസ്. പക്ഷേ ലോട്ട് ഓഫ് അതർ ഫെസ്റ്റിവൽസ്, വെനീസ്, റോട്ടർഡാം, അങ്ങനെ. അപ്പോൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നോ? അവിടെയൊക്കെ നമ്മൾ എനിക്ക് പിന്നെ വേറെന്തെന്ന് വെച്ചാൽ കുറേ മോസ്റ്റ് ഓഫ് ദ ഫെസ്റ്റിവൽസ് യു കാൺ റിലീസ്, കൊമേഴ്ഷ്യൽ റിലീസ് ചെയ്ത പടങ്ങൾ. അപ്പം അത്രയും പടം ഹോൾഡ് ചെയ്ത് വെക്കുക. മലയാളം എന്നുള്ള ഇൻഡസ്ട്രിയിൽ നമുക്ക് അങ്ങനെ എപ്പോഴും അത് പറ്റണമെന്നില്ല. കാരണം അത്രയും പടത്തിൻ്റെ എമൗണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ്, അങ്ങനെ. അപ്പം ഒരു ഫെസ്റ്റിവൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതൊരു 6-7 മാസം പോവാം. 6-7 മാസം ഒരു പടം ഹോൾഡ് ചെയ്ത് വെക്കാൻ നമ്മൾ ഡൊമസ്റ്റിക് പടം സ്റ്റൈലാവും, ചിലപ്പോൾ അങ്ങനത്തെ വേറെ പടം വരാം. അപ്പോൾ അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ഫൈൻ ബാലൻസ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ കാണിച്ചിട്ട് അല്ലെങ്കിൽ ഇത് വർഷം തീരുന്നവരെ ഫെസ്റ്റിവൽസ് ഉണ്ട്. അതുകൊണ്ടാണ് ക്യാൻസൽ പോയോണ്ടാണ് ഇത്രയും ഡിലേ വന്ന പടം. അല്ലല്ല, പടം ഞാൻ അതെ. പിന്നെ നമ്മൾ എന്താ പറയാ, കൊല്ലം കുറേ പടങ്ങളും ഉണ്ടല്ലോ, അതിനൊരു റൈറ്റ് ഗ്യാപ്പും കിട്ടണ്ടേ. ഇക്കൊല്ലം ഇഷ്ടംപോലെ പടങ്ങളാണ്, എല്ലാം ഓൾ ഗുഡ് ഫിലിംസ് ആണ്. ഇനി വരാനുള്ളത് നല്ലതും വന്നതും നല്ലതാണ്. വേറൊരു പേടി ക്യാൻസൽ പോയതുകൊണ്ട് ഫെസ്റ്റിവൽ പടം എന്ന് പറയോ? അല്ല, അങ്ങനെ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നത്. ഇപ്പൊ ട്രെയിലർ കണ്ടല്ലോ. ഉണ്ടായില്ല. അല്ല, അത് തീർച്ചയായിട്ടും എൻ്റെ എല്ലാവരുടെയും ഒരു നോർമൽ അവാർഡ് പടം, കൊമേഴ്ഷ്യൽ പടം, അങ്ങനെ ഒരു ക്ലിയർ ലൈൻ നമ്മളിങ്ങനെ പണ്ടേ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഒരു എന്നാൽ എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി പറഞ്ഞ അവാർഡ് പടമല്ല. ഇതൊരു തിയേറ്ററിന് വേണ്ടി കൊമേഴ്ഷ്യലി വയബിളായി, കൊമേഴ്ഷ്യലി പൈസ ഉണ്ടാക്കിയ ഒരു സിനിമ തന്നെയാണ്. പേരെങ്ങനെയാണ് ഫിക്സ് ചെയ്തത് ബാലൻ എന്നുള്ള? ബാലൻ, ഞാൻ പടത്തിൻ്റെ ആദ്യം വർക്കിംഗ് ടൈറ്റിൽ വേറെ പലതുമായിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ചപ്പം ഒരു ബാലൻ്റെ കഥ, അപ്പം പിന്നെ ബാലൻ നല്ല ടൈറ്റിൽ ഉണ്ട്. അത്രേ ഉള്ളൂ. അപ്പം ഞാൻ നോക്കുമ്പം പഴയ സിനിമയുടേത്, അപ്പം അങ്ങനത്തെ ഒരു ലെഗസിക്കാരുണ്ട്. ബാലൻ ഇറ്റ്സ് എ വെരി സ്ട്രേറ്റ് ഫോർവേഡ് പിന്നെ കഥ. പിന്നെ ഇന്ത്യയിലെ തന്നെ പല ഭാഷകളിലും ഇതിൻ്റെ വേരിയേഷൻസ് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. ബാലക്, ബാലൻ, അങ്ങനെ ബാലക എന്നൊക്കെ പറഞ്ഞ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇതൊരു എല്ലാവർക്കും റീച്ച് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഭയങ്കര മനസ്സിലാവുന്ന ഒരു ടൈറ്റിലുമാണ്. ആൻഡ് വെരി സ്ട്രോങ് ടൈറ്റിൽ. അതുകൊണ്ടാണ് അന്നേ അവർക്കറിയാം. അതുകൊണ്ട് ഫസ്റ്റ് മറ്റേ എന്താ പറയുക, ടോക്കി ബാലൻ തന്നെയാണല്ലോ. സോ ആ പടം ആരും കണ്ടില്ല. ഇറ്റ്സ് എ ലോസ് ഫിലിം. അതിങ്ങനെ അതിൻ്റെ പ്രിൻസും എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ഇത് ടൈറ്റിൽ കിട്ടാനും കുറച്ച് പണിയുണ്ടായിരുന്നു. പിന്നെ ബാലൻ്റെ പിന്നെ റൈറ്റ്സ് വേണ്ട ടെക്നിക്കലി, പക്ഷെ അതിൻ്റെ NOCയും അതിൻ്റെ പേപ്പർ ഇടുണ്ടോ നമുക്ക് ആർക്കും എപ്പോഴും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട്. സോ വി മേഡ് ഓൾ ദ പേപ്പർ വർക്ക് വെരി ക്ലിയർ. ആൻഡ് അതൊരു TR സുന്ദരമോ അങ്ങനെ സുന്ദരമോ ഷൺമുഖം അങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് ബാലൻ്റെ പ്രൊഡ്യൂസർ. അത് അവരുടെ 18ാമത്തെ പടമാണ് ബാലൻ. അല്ല, അപ്പോഴും നമ്മൾ ആലോചിക്കണം അത്രയും വലിയ പ്രൊഡക്ഷൻ ഹൗസുകളൊക്കെ ആ ടൈമിലുണ്ട്. അതിനകത്ത് അവർ ബാലനോട് പടം നിർത്തി. പിന്നെ അവരുടെ ഫാമിലി അവർ ഓസ്ട്രേലിയയിൽ വന്ന് അവരെ തപ്പിയെടുത്തൊക്കെയാണ് ഒരു NOC ഹൂ സർവൈവിങ് ഇൻ ദ ഫാമിലി. അവരിന്ന് NOC ഒക്കെ എടുത്ത് പിന്നെ ചേമ്പല കൊണ്ടുവന്നു. അപ്പോഴും ഇതൊരു ഭയങ്കര ടഫല്ല, പക്ഷെ കുറച്ച് ടഫായിരുന്നു പേര് കിട്ടാൻ. മഞ്ഞുമൽ ബോയ്സിന്റെ ഡയറക്ടർ ചിദംബരം പടം വർക്കില്ലാത്തൊരു ദിവസം എന്തൊക്കെയാണ് ചിദംബരത്തിന്റെ പരിപാടി എന്നറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. വർക്കില്ലാത്ത ദിവസങ്ങളാ കൂടുതൽ. അതായത് ഷൂട്ടല്ലോ, എന്താ ചെയ്യുക, അങ്ങനെയൊന്നുമില്ല. വീട്ടിലങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും, സിനിമ കാണും, ഗോ സീ ഫ്രണ്ട്സ്, അതൊക്കെ തന്നെ. കുറച്ച് ഗെയിം കളിക്കും, ഇതൊക്കെ തന്നെ.
പടം ഉള്ളത് പടമുള്ളത് രാവിലെ എനിക്ക് അതാണ് പെർഫെക്റ്റ് മാൻ. രാവിലെ എനിക്കും 3 നേരം ഭക്ഷണം കഴിക്കും, കൃത്യസമയത്ത് ഉറങ്ങും, ബാക്കി എല്ലാ ദിവസവും കുത്തഴിച്ച ജീവിതമാണ്. സാധാരണ ഡയറക്ടർ ഉറക്കമില്ലാത്ത ആൾക്കാരാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ചിദംബരത്തിന് ഷൂട്ടിന്റെ സമയത്ത് ഞാൻ ട്രൈ പിന്നെ പക്ഷെ വൈകുന്നേരം വരുമ്പോഴത്തേക്കും പടമായിട്ടുണ്ടാവും, എങ്ങനെയെങ്കിലും കിടന്നൊക്കെ ഉറങ്ങിയാൽ മതി. അപ്പോൾ ഒരു 11 മാക്സിമം 11 മണി ആകുമ്പോൾ ഉറങ്ങും ഷൂട്ട് സമയത്ത്. ഓക്കെ. അപ്പോൾ ബാലൻ ചിദംബരം വിചാരിച്ച പോലെ അടുത്ത സൂപ്പർ ഹിറ്റായി മാറട്ടെ, സീൻ മാറ്റട്ടെ താങ്ക് യു സോ എന്ന് മച്ച്. തന്നെ പറയാം.